ഹലോ സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണിത്. അപ്പൊ ഈ സമയത്ത് വളരെ പ്രധാനമാണ് നമ്മുടെ വെള്ളം കുടി. അപ്പം എത്ര വെള്ളം ഒരു ദിവസം കുടിക്കണം, അല്ലെങ്കിൽ ഒരാൾ കുടിക്കണം, എങ്ങനെ കുടിക്കണം, എന്തിനു കുടിക്കണം? അപ്പം ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്യുപഞ്ചർ നാസറുദ്ദീൻ. ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം എന്നെ അറിയാൻ സാധിക്കും. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധയോട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വെള്ളം കുടിയെ കുറിച്ചാണ്. എപ്പോഴാണ് നമുക്ക് വെള്ളം ആവശ്യമായി വരുന്നത്? നല്ല ചൂടാണ്. അപ്പം അമിതമായിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യരുത്. കാരണം അത് കിഡ്നിയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. കിഡ്നി ഓവർ സ്ട്രെങ്ത് എടുക്കലാണ്. അപ്പം വെള്ളം ആവശ്യം, ശരീരത്തിന് ഭക്ഷണം എപ്പോഴാണോ ആവശ്യം, വെള്ളം എപ്പോഴാണോ ആവശ്യം, ഈ കാര്യം തീർച്ചയായിട്ടും ശരീരം തന്നെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അറിയിക്കുന്ന ആ സമയത്താണ് നമുക്ക് വെള്ളം ആവശ്യം. ഇനി എത്ര ലിറ്റർ കുടിക്കണം എന്ന ഉള്ള ഒരു കണക്കല്ല അവിടെ വേണ്ടത്. വെള്ളം നമുക്ക് ദാഹിക്കുമ്പോൾ, ആ ദാഹിക്കുന്ന സമയത്താണ് വെള്ളം നമുക്ക് ആവശ്യം. ഈ ദാഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്രത്തോളം ദാഹം മാറുന്നിടം വരെ വെള്ളം കുടിക്കുക എന്നതാണ് വെള്ളം കുടിയുടെ ഒരു ശാസ്ത്രം. കാരണം ഇങ്ങനെ കുടിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് കുടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് ദാഹിക്കുന്നത് ആ സമയത്ത് വെള്ളം കുടിക്കണം. ഇനി വെള്ളം കുടിക്കുന്നതിന് മൂന്നാല് രൂപങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു കാരണവശാലും വെള്ളം ബോട്ടലായിട്ടോ അല്ലെങ്കിൽ മറ്റു വലിയ പാത്രങ്ങളാവട്ടെ ഇതിൽ നിന്നും ഒരു കാരണവശാലും നമ്മളിങ്ങനെ നിന്നുകൊണ്ട് ഒഴിച്ചിങ്ങനെ കുടിക്കാൻ പാടില്ല. അത് വളരെ ഒരു അശാസ്ത്രീയമാണ്. കാരണം ഏതൊരു വെള്ളമായാൽ തന്നെയും ഭക്ഷണമായാൽ തന്നെയും നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് നമ്മുടെ ചുണ്ടും നാവും വായും ഒക്കെ മൊത്തത്തിൽ അറിഞ്ഞാണ് അത് ഉള്ളിലോട്ട് പോകേണ്ടത്. അപ്പൊ എന്താ കാരണം? ഈ വെള്ളം ഇങ്ങനെ എടുത്തൊഴിച്ച് കുടിക്കുമ്പോൾ ഒന്ന് അത് ഏറിന്റെ പ്രശ്നം ഉണ്ടാകും. അത് അങ്ങോട്ട് റൂട്ട് മാറിയൊക്കെ സഞ്ചരിക്കും. ചിലപ്പം അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ദാഹം മാറില്ല. കാരണം ഏതൊരു സാധനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചുണ്ടോട് ചേർത്ത് ഗ്ലാസ്സിനകത്ത് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈ ബോട്ടിലാവട്ടെ പാത്രമാവട്ടെ എപ്പോഴും നമ്മളെ ചുണ്ട് ചേർത്ത് വെച്ചാണ് ആ വെള്ളം കുടിക്കേണ്ടത്. അപ്പം ദാഹത്തിന് പെട്ടെന്ന് ശമനം ഉണ്ടാകും. കാരണം ഏതൊരു ഭക്ഷണ സാധനം, എന്തൊരു വസ്തുവും നമ്മുടെ ചുണ്ടിലോട് ചേർക്കുമ്പം, നാവിനോട് അടുക്കുമ്പം ഇതിന്റെ സെൻസർ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, ഇതെന്തിനു വേണ്ടി, ഏത് ആവശ്യമാണെന്നൊക്കെ ഉള്ളത് ശരീരം തന്നെ തീർച്ചയായിട്ടും അതിനെ സെൻസർ ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം കുറെ ഈ പിള്ളേര് യുവാക്കളൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ചമ്പു, തേങ്ങ അതൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ വായിൽ നാവിലൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പൊ അത് വെക്കുന്ന മാത്രമേ തന്നെ ശരീരം സെൻസർ ചെയ്ത് കഴിഞ്ഞത് എന്തിനുള്ളതാണെന്ന്. അപ്പോഴതിന്റെ ഒരു തിക്തഫലം, അതിന്റെ റിയാക്ഷൻ ബോഡിയിൽ തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. ദോഷകരമായ ഒരു കാര്യമാണ്. അത് ദോഷമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. അതുപോലെ ഏതൊരു സാധനം നമ്മുടെ നാവിൽ ടച്ച് ചെയ്താലും ചുണ്ടോട് അടുപ്പിച്ച് ചുണ്ടിൽ വെക്കുമ്പോൾ തന്നെ അതെന്തിനു വേണ്ടിയാണ്, അതിന്റെ ഗുണം എന്താണ്, അത് എങ്ങനെയാണ് അതിനെ ശരീരത്തെ പ്രതിഫലിപ്പിക്കേണ്ടതെന്നെല്ലാം അപ്പോൾ തന്നെ അതിനെ സെൻസർ ചെയ്ത് കഴിഞ്ഞു. നാവ് സെൻസർ ചെയ്ത്, അതുപോലെ ചുണ്ട് സെൻസർ ചെയ്ത്, അങ്ങനെ വായിൽ മൊത്തത്തിലുള്ള ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ പൊക്കി ഒഴിച്ച് കുടിക്കരുത്. അതിങ്ങനെ ഡയറക്റ്റ് തൊണ്ട വഴി അങ്ങ് ഇറങ്ങുന്നതാണ്. അത് ദോഷവുമാണ്. മാത്രമല്ല ദാഹം തീരത്തുമില്ല. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് നല്ല നിലയ്ക്ക് സാവകാശം കുറേശ്ശെ കുടിക്കാവൂ. ഒറ്റയടിക്ക് ഇറക്കി പടപട വിടരുത്. അപ്പൊ കുറേശ്ശെ വെള്ളം കുടിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ദാഹത്തിന് വേണ്ടിയാണെന്നുള്ള സെൻസർ ചെയ്ത് കഴിഞ്ഞു. ആ വെള്ളം നമ്മളെ ശരീരത്തിൽ അത് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ദാഹം മാറുന്നിടം വരെ ആ വെള്ളം കുടിക്കാം. അതിനിപ്പം പിന്നെ ഒരു ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ് അങ്ങനെ എണ്ണമല്ല. ദാഹം മാറുമ്പം ആ വെള്ളം കൂടി നിർത്താം. അങ്ങനെ ദാഹം മാറണമെന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ല, ഇങ്ങനെ വെച്ച് തന്നെ കുടിക്കാം. ചുണ്ടോട് അടുപ്പിച്ച് തന്നെ കുടിക്കാവൂ. അങ്ങനെ കുടിക്കുമ്പോൾ ദാഹം മാറും. ഈ ദാഹം മാറുമ്പോൾ വെള്ളം കൂടി നിർത്താം. അടുത്ത എപ്പോഴാണോ ദാഹിക്കുന്നത് ആ സമയത്ത് വെള്ളം കുടിക്കാം. അതാണ് വെള്ളം കുടി. ഇനി ഭക്ഷണം കഴിക്കുമ്പോഴും തന്നെ അങ്ങനെ തന്നെയാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും നമുക്കറിയാം, ഏതൊരു ഭക്ഷണം നമ്മളെ നാവിൽ വെക്കുമ്പോഴും വായിൽ വെക്കുമ്പോഴും അത് തീർച്ചയായിട്ടും നമുക്ക് ശരീരത്ത് അതിനെ സെൻസർ ചെയ്യുന്നുണ്ട്. അതെന്താ ഏതാ എന്നുള്ളതൊക്കെ ബോഡിക്ക് അതിനെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്? വിശക്കുമ്പോഴാണ്, വയറ് വിശക്കുമ്പോൾ. വയറിന്റെ വിശപ്പാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്, നിനക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. അന്നേരമാണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത്. മിതമായിട്ട് കഴിക്കുക. അത് ഏത് ഭക്ഷണം എന്നുള്ളതല്ല, ആവശ്യത്തിന് കഴിക്കാൻ നിർത്തുക. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പറയാൻ വന്ന ഭക്ഷണത്തെ കുറിച്ച് മറ്റുള്ള കാര്യമല്ല, വെള്ളം കുടിയുടെ കാര്യമാണ്. നിങ്ങൾ കുടിക്കുക. ചെറിയ തണുപ്പുള്ള, ഒരുപാട് തണുപ്പുള്ള വെള്ളം എടുത്ത് കൊടുക്കുകയും ചെയ്യരുത്. അതൊരിക്കലും ശമനം ഉണ്ടാകില്ല. വളരെ നേർമയായിട്ടുള്ള തണുത്ത വെള്ളം ഈ പറഞ്ഞ രീതിയിൽ കുടിക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാഹം മാറും. അതുപോലെ ശരീരത്തിന് അത് ഗുണം ചെയ്യും. പിന്നെ എത്ര ലിറ്റർ എന്നുള്ള ഒരു കണക്ക് ക്ലിപ്തപ്പെടുത്തേണ്ട കാര്യമില്ല. ദാഹം വരുമ്പോൾ ആവശ്യത്തിന് കുടിക്കുക. ദാഹം മാറുന്ന കുടിക്കുക, നിർത്തുക, വീണ്ടും ദാഹം വരുമ്പോൾ കുടിക്കുക. അതാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ട ഒരു മാർഗം. അപ്പൊ ഈ അക്യുപഞ്ചർ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്.
ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും